ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ്റെ അലീനയും കൊണ്ട് തിരിച്ച് നെടുമുറക്കിലേക്ക് എത്താണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്ത് വേണമെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. നീ ഇറങ്ങ് എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങുകയാണേ. അതിന് ശേഷം ബാലേന്ദ്രൻ അലീനയുടെ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് പറയും, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി, നീ ഇവിടെ വെക്കാൻ പറയും. അങ്ങനെ കോണിപ്പല്ലടിക്കുമ്പോൾ ബബിതയാണ് കേട്ടോ വന്ന് വാതിൽ നോക്കുമ്പോൾ ബാലേന്ദ്രനെ കാണുമ്പോൾ തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അതിനുശേഷം നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ഹരിയും അതുപോലെ രോഹിത്തും ഒക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ കമലയാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രനെ കണ്ടിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല. അതിന് ശേഷം പറയുന്നുണ്ട്, അലീന എവിടെ ചോദിക്കുകയാണേ. അപ്പോൾ ബപ്പിയൊന്നും അറിയില്ല എന്ന് മാത്രം പറയുന്നുള്ളൂ. പിന്നെ ചെന്ന് വിളിക്കുകയാണ്. അലീനനെ കണ്ടോന്ന് ചോദിക്കുകയാണ് കേട്ടോ കമലിനോട്. കമലടുത്തി അലീനയാന്ന് ചോദിക്കുകയാണ് കേട്ടോ. എനിക്കൊന്നും അറിയില്ല എന്ന് പറയും കേട്ടോ. ആർക്കും അറിയില്ലല്ലേ, എന്ത് നിഷ്കളങ്കരായ ആൾക്കാരാണ് എന്ന് പറയും. അതിനുശേഷം നമ്മുടെ കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ മോളിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കമലയുടെ അടുത്ത് വന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അലീന എവിടെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇല്ല, അറിയില്ല എന്ന് പറയും. പക്ഷേ ഇപ്പം ഞാൻ കമലയുടെ അടുത്ത് നിന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇനി മാറ്റി പറയാനായിട്ടുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അങ്ങോട്ട് ഞാൻ നിർത്തുമെന്ന് പറയുകയാണേ. അതിനുശേഷം നമ്മുടെ ശിവൻ മുകളിൽ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും ബാലേന്ദ്രൻ. രോഹിത്തിനോട് പറയും, നീ കണ്ടോ അലീനനെ? എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. ബാബിയുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലുകയാണ്. ബാബി, നിനക്കറിയോ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. പിന്നെ കമലയുടെ അടുത്തേക്ക് വീണ്ടും ചെന്നിട്ട് പറയും, കമലയുടെ അടുത്തേക്കും അറിയില്ല അലീന എവിടെയാണെന്ന്. എന്തായാലും ആർക്കും അറിയില്ല അലീന എവിടെയാണെന്ന്. എന്നിട്ട് അലീനനെ വിളിക്കാൻ കേട്ടോ. അലീന എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അലീന വാതിൽ തുറന്നിങ്ങനെ നിൽക്കണാണിപ്പോൾ കൃഷ്ണമോൾക്ക് സന്തോഷമാവാണ് കേട്ടോ. ഇതേ സമയം എല്ലാവരും ആകെ ഞെട്ടിപ്പോവുകയാണ് അലീനനെ കാണുമ്പോൾ. അങ്ങനെ അലീനോട് പറയാണ്, നീ ആ ബാഗൊക്കെ നിൻ്റെ റൂമിൽ കൊണ്ടുവച്ചിട്ട് ചൂലെടുത്തിട്ടോ. എന്തിനാച്ച ചൂല്? വൃത്തിയാക്കാൻ, അല്ലാതെ എന്തിനാ എന്ന് പറയും. അങ്ങനെ ബാഗൊക്കെ റൂമിൽ കൊണ്ടുവച്ചിട്ട് അലീന ചൂലെടുക്കാനായിട്ട് പോകും. അതിനുശേഷം ചൂലെടുത്ത് വരികയാണ്. എവിടെയാണ് വൃത്തിയാക്കേണ്ടത് അച്ഛാ? ഇങ്ങോട്ട് തായോ, എൻ്റെ കയ്യിൽ തായോ എന്ന് പറഞ്ഞിട്ട് ആ ചൂലങ്ങ് വാങ്ങുകയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ കമലയുടെ അടുത്ത് ചെല്ലാണ്. എന്നിട്ട് കമലോട് കമലനോട് ചോദിക്കുകയാണ്, എന്തായാലും കമലയുടെ അടുത്തേക്ക് അറിയില്ല എന്നല്ലേ പറഞ്ഞത്? അലീന പറയും, എന്താണ് ഇവിടെ ഉണ്ടായത്? എങ്ങനെയാണ് നീ പുറത്തായത് എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ആദ്യമൊന്നും മടിച്ചെങ്കിലും ബാലേന്ദ്രൻ എന്ന് പറയും. അങ്ങനെ അത് കമലാൻ്റിയാണ് എന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞത്. പിന്നെ കമലാൻ്റിയും ഹരിയും കൂടിയിട്ട് എന്നെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. രണ്ടുപേരും കൂടി കാറിൽ പിടിച്ച് വലിച്ച് കയറ്റി പാലാ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഇട്ടു എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് കമലനോട് പറയാനിട്ട്, എടി, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ടും എൻ്റെ വീടിൻ്റെ അകത്ത് കയറിയിട്ടും ഈ വീട് ഭരിക്കാനായിട്ട് നിനക്ക് ആരാണ് അധികാരം തന്നതെന്ന് ചോദിക്കുന്നത്. ബാലേന്ദ്ര, സൂക്ഷിച്ച് സംസാരിക്കില്ലേ? നീ എന്ത് ചെയ്യൂടി? എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകളെ ഇറക്കി വിടാനായിട്ട് നിനക്ക് ആരാണ് അധികാരം തന്നത്? ഇത് കൊല്ലപ്പള്ളി കൈതയ്ക്കൽ മാളിക വീടാണെന്നാണോ നീ കരുതിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ശിവൻ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട്, ബാലേന്ദ്ര, സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയട്ടോ. സൂക്ഷിച്ച് സംസാരിക്കണം, താൻ എന്ത് ചെയ്യടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ വന്നിട്ട് അധികാരം കാണിക്കാൻ നിനക്ക് ആരടി അധികാരം തന്നതെന്ന് കമലനോട് വീണ്ടും ചോദിക്കുകയാണ്. ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിങ്ങാണ്ട് ചൂല് വെച്ചിട്ട് ആഞ്ഞ് ഓങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും കമല ആകെ പേടിച്ച് വിറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ശിവനും ഹരിയൊക്കെ ഇടപെടുന്നുണ്ട്. ദേ, തൊട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഹരി ചാടി വീഴാണ്. അപ്പോഴേക്കും ഹരിനെ കണ്ടോടുകൂടി ബാലൻ്റെ ദേഷ്യം കൂടാണ് കേട്ടോ. ചൂലിൻ്റെ തുമ്പ് മാറ്റി കാടയങ്ങോട്ട് പിടിച്ചിങ്ങോട്ട് ഒരു അടി കൊടുക്കാണ്ട്. അടി എന്ന് പറഞ്ഞാൽ പുറം പൊളിക്കുന്ന അടി അടിക്കുകയാണ്. അങ്ങനെ അടിച്ചു. അടിയുടെ വേദന കൊണ്ട് ഹരി ഓടുകയാണ് കേട്ടോ. ഓടിയൊരു മൂലയ്ക്ക് വേഗം തന്നെ ശിവൻ വന്നിട്ട് അവനെ തൊട്ടു പോകരുതടോ എന്ന് പറയാം കേട്ടോ. ആടാ തൊടാൻ ഇറക്കിയോടാ അവനെ, അതുകൊണ്ടാണ് ചൂലുകൊണ്ട് അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് തലകും വിലങ്ങും അടിക്കുകയാണ് കേട്ടോ. അമ്മനെ മോനെ അടിക്കുന്നുണ്ട്. കമല പേടിച്ച് പുറത്തേക്ക് ഓടിപ്പോകും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ട്, എടാ തൊട്ടു പോകരുതെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഹരി വീണ്ടും എടുക്കുകയാണ്. ആ പറഞ്ഞതോടുകൂടി ബാലേന്ദ്രൻ ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ നെഞ്ഞത്തേക്ക് ഒരു അറ്റ ചവിട്ടും. അങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞിട്ട് ഹരി വീഴാണ്. ഹരി വീണിട്ട് ശിവനാണ് ഹരിനെ പൊക്കിയെടുക്കുന്നത്. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? എൻ്റെ വീട്ടിൽ വന്ന് ഇറങ്ങാൻ നിങ്ങൾക്കൊക്കെ ആരാണ് അധികാരം തന്നതെന്ന് പറയട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ശിവൻ പറയും, നീ അലീനനെ ഈ വീട്ടിൽ വേണ്ടാന്ന് തീരുമാനിച്ച് ഞങ്ങളാണ്. എൻ്റെ പെങ്ങളാണ് വൈജയന്തി. അവൾക്ക് ഈ വീട്ടിൽ അലീന നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ അവളെ പറഞ്ഞയക്കുമെന്ന് പറഞ്ഞു. അതിന് നിനക്ക് എന്താണ് അധികാരം? അവൾ എൻ്റെ മകളാണെന്ന് പറയാൻ കേട്ടോ. കൊല്ലപ്പള്ളി കൈതയ്ക്കൽ മാളിക വീട്ടിലെ എച്ചിൽ തിന്ന് ജീവിച്ചവനാണല്ലേടാ നീ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ തിന്നിട്ടുള്ളതിനേക്കാളും കൂടുതൽ എച്ചിൽ ഞാൻ നിങ്ങളെ കൊണ്ട് തീറ്റിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ കേട്ടോ.
അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ട് അധികാരം കാണിക്കാൻ നിനക്കൊന്നും ഒരു യോഗ്യതയും ഇല്ല. തൻ്റെയും എൻ്റെ കഥയും എൻ്റെ പെങ്ങളുടെ കഥയും ഞാൻ സുനന്ദേച്ചിയുടെ വീട്ടിൽ വെച്ച് പറഞ്ഞതല്ലടോ, എന്നിട്ടും തനക്ക് ഇവിടെ വന്നിട്ട് ഈ അതിക്രമം കാണിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നിട്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം ശിവൻ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ് രോഹിത്തിനോടും ബബിനോടും, മക്കളെ ഇത് നിങ്ങളുടെ വീടല്ല, ഈ വീടും സ്വത്തുക്കളും മുഴുവനും നിങ്ങളുടെ അച്ഛൻ്റെ രഹസ്യപുത്രിയുടെയും ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം. നിങ്ങളുടെ അമ്മയും ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. വേണം ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നേക്ക് രണ്ടുപേരും. രോഹിത്തിനോടും ബബിനോടും ശിവൻ പറയുകയാണേ. അപ്പം രോഹിത്തും ബബിയും കൂടിയിട്ട് മുഖാമുഖം ഒന്ന് നോക്കുകയാണ്. അവർക്കും അലീന ആ വീട്ടിലുള്ള ഇപ്പോൾ നിൽക്കാൻ താല്പര്യമില്ല. അങ്ങനെ ബാലേന്ദ്രൻ പറയാണ്, ഇറങ്ങി പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ പൊയ്ക്കോ, ഞാൻ തടസ്സം പറയൂല എന്ന് പറയണ്ട. അപ്പോൾ രോഹിത്ത് പറയും, ഇവിടെ ഈ വീട്ടിലുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും കേട്ടോ. ഇവളാണ് ഈ വീട് ഭരിക്കാൻ പോകുന്നത്. അതേടാ, നിൻ്റെ അമ്മ പോയ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഈ വീട് ഭരിക്കുന്നത് ഇനി മുതൽ അലീനയായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇവളുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോടാ. അലീന പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ മാത്രം ഈ വീട്ടിൽ ജീവിച്ചാൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രോഹിത് ദേഷ്യത്തോടുകൂടി ചാടിപ്പോവുകയാണ്. ബബിനോട് പറയുന്നുണ്ട്, നിനക്ക് ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീയും നിൻ്റെ തീരുമാനം എടുത്തോളാൻ പറയുകയാണേ. അപ്പോൾ ഇവരൊക്കെ 3 പേരും കൂടിയിട്ട് പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അലീനാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ബബിയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കയറിപ്പോകും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ മനസ്സിലായി ഇവർ രണ്ടുപേരും ഇറങ്ങി പോകുന്നുള്ളത്. അച്ഛ അവരോട് പോകരുതെന്ന് പറയും അച്ഛ എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് പറയുന്നത്, അവരവരുടെ തീരുമാനം എടുക്കട്ടെ, പ്രായപൂർത്തിയായവരല്ലേ എന്ന് പറയുകയാണേ. അങ്ങനെ ബാബി ചെന്ന് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ കേട്ടോ. കുറച്ച് ഡ്രസ്സൊന്നുമല്ല, മൊത്തം ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യുകയാണ്. അതിനുശേഷം രോഹിത്തിനെ കാണിക്കുന്നുണ്ട്. രോഹിത്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് ലാപ്ടോപ്പൊക്കെ എടുത്ത് വരുന്ന കാണുമ്പോൾ കൃഷ്ണമോളോട് പറയാണ്, എടി നീ എന്ത് കാണാൻ എടി ഇവിടെ നിൽക്കുന്നത്, വേണമെങ്കിൽ ഞങ്ങളെ കൂടെ പോകുന്നതെന്ന് പറയട്ടോ. എങ്ങോട്ട്? മാളിക വീട്ടിലേക്ക് എന്ന് പറയട്ടോ. എന്തിന്? കമലാൻ്റിയുടെ അടുത്തേക്കോ? എന്തിനാണ് കമലാൻ്റിയുടെ അടുത്തേക്ക് പോകുന്നത്? അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അനുഭവമൊക്കെ അറിയാലോ നന്നായിട്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. ഞാനെന്തായാലും ഇവിടുന്ന് പോകുന്നില്ല, ഈ വീട്ടിൽ നിന്ന് എന്നോട് ഇറങ്ങിപ്പോകാൻ ആരും പറയില്ല, കാരണം ഇത് എൻ്റെ വീടാണ്. പക്ഷേ കമലാൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേ സൂക്ഷിച്ചു പോകണം എന്ന് പറയാം കേട്ടോ. വെറുതെ ആവശ്യമില്ലാത്ത ചെയ്യണ്ട എന്ന് പറയട്ടോ. നീ വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് നിൽക്കാതെ നീ ഞങ്ങളെ കൂടെ വാടി, അവൾ ഈ വീട്ടിലുള്ള ഉണ്ടെങ്കിൽ ഞങ്ങളവിടെ നിൽക്കില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇറങ്ങി പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇങ്ങോട്ട് തിരിച്ച് കയറി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എൻ്റെ പട്ടി കയറി വരുവാടാന്ന് പറയട്ടോ. കയറി വരുവോടി എന്ന് പറഞ്ഞിട്ട് രോഹിത് ഇറങ്ങിപ്പോകും. പട്ടിക്ക് ചിലപ്പോൾ രോഹിയേട്ടനേക്കാളും ബുദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. രോഹിത്താണെന്നുണ്ടെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോകും. അലീനയും ബാലേന്ദ്രനും കൂടിയിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ നോക്കി നിൽക്കണം. ബാലേന്ദ്രൻ രോഹിത്തിനോട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങി പോകണമൊക്കെ കൊള്ളാം, പക്ഷേ തല കുമ്പിട്ടല്ലാതെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. ബാബിനോടും പറയുന്നുണ്ട്, നീ അവിടെ നിന്ന് നിന്നേ എന്ന് പറയാണ് കേട്ടോ. നീയും പോകാൻ തീരുമാനിച്ചെന്ന് വയ്ക്കണേ. അപ്പോൾ പറയുന്നുണ്ട്, അലീന ഈ വീട്ടിലുണ്ടെങ്കിലും ഞങ്ങൾ നിൽക്കില്ല എന്ന് പറയട്ടോ. ഞങ്ങളുടെ അമ്മ ഇങ്ങനെ കെടുക്കാൻ കാരണം ഇവളല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അല്ല, നിൻ്റെ അമ്മ അങ്ങനെ കെടുക്കാൻ കാരണം നിൻ്റെ അമ്മ അഹങ്കാരമാണ്, എടുത്ത് ചാടുന്നവരെ കാലൊടിയും, അത് സ്വാഭാവികമാണെന്ന് പറയട്ടോ. അമ്മയ്ക്ക് ഇവളിഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അമ്മ വഴക്കിട്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ആക്സിഡൻറ്റ് ഉണ്ടായതെന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ വേണമെങ്കിൽ പൊക്കോ, പക്ഷേ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ തേനും പാലും ഒഴുകുന്നുണ്ടെന്നാണെന്നുള്ളത് നിൻ്റെ വിചാരം. ആ തേനും പാലിൻ്റെ ഒക്കെ നന്നായിട്ട് കുടിച്ചിട്ട് വായു, ആ വീട്ടിലെ ചോറിൻ്റെ കയ്പ്പ് നീയും കുറച്ചും അറിയട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ബബി ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ബബിനെയും മറ്റേ രോഹിത്തിനെയും കൊണ്ട് അവർ പോവുകയാണ്. അപ്പോൾ കമല എന്ന് വെച്ചാൽ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് അങ്ങനെ വിളിക്കുന്നു, വാടി മോളെ ഇവിടെ നിൽക്കണ്ടേ ഇനി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ ഇവരെ എൻ്റെ മക്കളെ താൻ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ അത് തടയാനുള്ള കഴിവ് എനിക്കില്ലാഞ്ഞിട്ടല്ല, പക്ഷേ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലെ ചോറിൻ്റെ കയ്പ്പ് എന്താണെന്ന് ഇവരും കൂടെ അറിയട്ടെ. തൻ്റെ അമ്മ കുറേ അറിഞ്ഞതാണ് തൻ്റെ ഭാര്യയുടെ ചോറിൻ്റെ ഗുണം, പിന്നെ ഇപ്പോൾ ഇവരും കൂടെ അറിയട്ടെ, ഇവർക്കും അത് അറിയാനുള്ളൊരു സമയമായി എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശിവനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ വന്ന് കാറി കയറാണ്. കമലയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവൻ്റെ വർത്താനം കേട്ടില്ലേ, സ്വന്തം ഭാര്യയും മക്കളെയും വേണ്ടാണ്ട് ഏതോ ഒരുത്തിനെ പിഴച്ചുണ്ടായാലും കൊണ്ട് വന്ന് നിർത്തിയിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ ശിവൻ പറയും, അവന് പ്രാന്താണടി, പ്രാന്ത് വന്നാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അവർ പോകുകയാണ്. ഹരി ബൈക്കിലും പോകും. അപ്പോൾ അലീനങ്ങനെ നിന്ന് കാര്യം കാണുമ്പോൾ, എന്താ അലീനെ മോള് കരയണ എന്തിനാന്ന് നോക്കിട്ടോ, ഞാൻ കാരണമല്ല അച്ഛ ഇതൊക്കെ സംഭവിക്കുന്നത്, എനിക്കതൊന്നും ഓർക്കാൻ വയ്യ, നീ കാരണമൊന്നുമല്ല ഇതൊക്കെ സംഭവിക്കുന്നത്, ഇത് അവരുടെ ഇഷ്ടം ചെയ്തതല്ലേ, അവർ പ്രായപൂർത്തിയായവരല്ലേ, എന്നാലും അവരെല്ലാം പോയില്ലേ, ഈ വീട്ടിലിപ്പോൾ ആരും ഇല്ലാണ്ടായില്ലേ അച്ഛാന്ന് ചോദിക്കാൻ കേട്ടോ.
അവർ പോയത് തടയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, അവർ പോകട്ടെ എന്ന് ഞാൻ മനഃപൂർവ്വം തന്നെ തീരുമാനിച്ചതാണ്. എന്തായാലും നല്ല നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള വീടല്ലേ ഇത്. അച്ഛനമ്മമാർ മക്കൾക്ക് സൗകര്യങ്ങളുള്ള ജീവിതം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കില്ല. ഇവരും അതേ അങ്ങനെ തന്നെയാണ്. ഇവരിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ വിലയൊന്നും അവർക്കറിയില്ല. തൽക്കാലം കൊല്ലപ്പള്ളി ചെന്ന് കുറച്ച് നാൾ നിൽക്കട്ടെ. അവിടുത്തെ ചോറിൻ്റെ കയ്പും അവിടുത്തെ കമലേടത്തിയുടെ പരിചരണം കൊണ്ട് അവർ ഏത് നിമിഷവും ഇങ്ങോട്ട് തിരിച്ചു വരും. അത് ആ കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. അവരധികാലമൊന്നും അവിടെ നിൽക്കാൻ പോകുന്നില്ല. ഇനി കമലടുത്തൊരു സ്വഭാവം അത്രയുണ്ടെന്നൊക്കെ പറയട്ടോ. അങ്ങനെ അലീനെ വിഷമിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കണേ. പിന്നത്തെ പ്രമോല് കാണിച്ചിട്ടുള്ളത് ഹൈരിയും വേറെ ഏതോ ഒരു പെണ്ണിനായിട്ട് പ്രണയമായിട്ട് അവർ തമ്മിൽ റീലെടുക്കുന്നതും രണ്ടുപേരും തമ്മിലുള്ള പ്രണയം കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാലേന്ദ്രൻ വൈജയന്തിയെ കാണാണ്. ബാലേന്ദ്രൻ ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. വൈജയന്തിരായൊരു കെടുപ്പ് കാണുമ്പോൾ മൊത്തം മൂടി കെട്ടിയിട്ടാണ് വൈജയന്തിക്ക് എടുക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അലീനനെ കാണാനായിട്ട് മനു വരികയാണ് കേട്ടോ. മനു വരുമ്പോൾ അലീനനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ അലീനയാണെന്നുണ്ടെങ്കിലും മനുവിൻ്റെ തോളിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന ശരിക്കും അവർ തമ്മിലൊരു പ്രണയം ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.